മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ
യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും എന്ന ഒരു ചെറിയ വാക്യത്തെ ആസ്പദമാക്കി നാം ഇതിനകം 6 കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞു. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. സെഖര്യാ പുരോഹിതൻ ധൂപം അണച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വലത്തുഭാഗത്ത് ദൈവത്തിന് മാലാഖ പ്രത്യക്ഷപ്പെട്ടത്. നാളുകളായി ഉള്ളിൽ തിങ്ങി നിന്നിരുന്ന ഒരു വേദന വിഷയം ഉണ്ടായിരുന്നു സെഖര്യാ പുരോഹിതന്. പ്രായമായി, ഭാര്യ എലിസബത്തിനും പ്രായമായി. എലിസബത്ത് വന്ധിയായിരുന്നു. ഒരു കുഞ്ഞ് പിറക്കാനുള്ളതായ സാധ്യതയില്ലായിരുന്നു. ഒരു കുഞ്ഞ് വേണമെന്ന് അവരാഗ്രഹിച്ചു, പക്ഷേ കിട്ടിയില്ല. ഭക്തിജീവിതം നയിക്കുന്നവരായിരുന്നു. അവരുടെ ഏതെങ്കിലും പാപം കൊണ്ടൊന്നുമല്ല കുഞ്ഞിനെ കിട്ടാത്തത്. ഒരു കുഞ്ഞിനെ കിട്ടിയില്ല. എന്തുകൊണ്ടോ കിട്ടിയില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പാപം കൊണ്ടൊന്നുമല്ല എന്നുള്ളത് വ്യക്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഉള്ളിൽ നാളുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു വേദനാ വിഷയം തൂമണച്ചുകൊണ്ടിരിക്കുമ്പോഴും സെഖര്യാ പുരോഹിതൻ്റെ ഉള്ളിൽ ആ വേദനാ വിഷയം ഇങ്ങനെ തിങ്ങി വിങ്ങി ഉയർന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥന നടക്കുന്നു, പക്ഷേ ഹൃദയത്തിൽ ഈ ഒരു വേദന. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിപ്പോൾ ഈ യോഗത്തിന് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ചില വേദനകളുണ്ട്, ചില കൈപ്പേറിയ അനുഭവങ്ങളുണ്ട്, പ്രാരബ്ധങ്ങളുണ്ട്, ചില വിട്ടുമാറാത്ത ചില പ്രയാസങ്ങളുണ്ട്. വേണ്ടെന്ന് വിചാരിച്ചാലും വിട്ടുമാറാത്ത ചില പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, നെടുവീർപ്പുകൾ, ഏകാന്തതയിലിരുന്ന് മനസ്സ് നൊന്ത് വിങ്ങി കരയുന്നതായ ചില കാര്യങ്ങൾ. പുറമേ കരയുന്നില്ലെങ്കിലും അകം കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ അനേകരുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ അനേകരുണ്ട്. ഈ വാക്ക് കേൾക്കുന്ന അനേകർ അകം കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ. സെഖര്യാ പുരോഹിതൻ്റെ അകം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളു കരഞ്ഞുകൊണ്ടിരുന്നു. ശുശ്രൂഷ നടക്കുന്നുണ്ട്, പക്ഷേ ഉള്ളു കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് മാലാഖ പറഞ്ഞത്, സെഖര്യാവെ ഭയപ്പെടേണ്ട. സെഖര്യാവ് പേടിച്ചുപോയി. തേജോരൂപിയായ മാലാഖ അടുത്തടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ സെഖര്യാ പുരോഹിതൻ പേടിച്ചുപോയി, ഭ്രമിച്ച് ഭയപരവശനായി എന്നാണെന്ന് വായിക്കുന്നത്. ഭയപരവശനായി. സെഖര്യാവെ ഭയപ്പെടേണ്ട. പിന്നെ പറഞ്ഞ വാക്ക് അനുഗ്രഹത്തിൻ്റെ വാക്കാണ്, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നെടുനാളത്തെ നിൻ്റെ ആഗ്രഹമായിരുന്നു നിനക്കൊരു കുഞ്ഞുണ്ടാകണമെന്നുള്ളത്. അതായിരുന്നു എൻ്റെ പ്രാർത്ഥന വിഷയം. സെഖര്യാവെ ഭയപ്പെടേണ്ട, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സ്തോത്രം. അതൊരു അനുഗ്രഹീതമായ വാക്യമാണ്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പിന്നെ പറയുന്നത്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. മാത്രമല്ല, നിന്നെ അറിയുന്നവർക്കെല്ലാം സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നിനക്ക് മാത്രമല്ല, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, നിന്നെ അറിയുന്നവർക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. കഴിഞ്ഞ ചില അവസരങ്ങളിലായിട്ട് നാം ഇത് ഓരോന്നോരോന്ന് ചിന്തിച്ച് വരികയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സന്തോഷവും ഉല്ലാസവും അതാണ് നമുക്ക് വേണ്ടത്. നമുക്കില്ലാത്തതും അതാണ്. പല കാര്യങ്ങളിലും സന്തോഷമില്ല. ഇന്ന് പലതിലും നമുക്ക് തൃപ്തിയില്ല, ഒരു ചാരിതാർത്ഥ്യമില്ല, പൊതുവെ നോക്കിയാൽ സംതൃപ്തിയില്ല. എന്തെല്ലാമോ ചില കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാൽ കൃതാർത്ഥതയില്ല, സംതൃപ്തിയില്ല. പലതിലും നമുക്ക് സംതൃപ്തിയില്ല. ജോലിയിൽ സംതൃപ്തിയില്ലാത്തവരുണ്ട്, നമുക്കുള്ള ശമ്പളത്തിൽ സംതൃപ്തിയില്ലാത്തവരുണ്ട്, വരുമാനത്തിൽ സംതൃപ്തിയില്ലാത്തവരുണ്ട്, നമുക്ക് ലഭിച്ച ഭാര്യയിലോ അല്ലാതെ നമുക്ക് ലഭിച്ച ഭർത്താവിലോ സന്തോഷമില്ലാത്തവരുണ്ട്, സംതൃപ്തിയില്ലാത്തവരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ അതിൽ നമുക്ക് സംതൃപ്തിയില്ലാത്തവരുണ്ട്. പലതിലും സംതൃപ്തിയില്ല. സെഖര്യാവോട് പറയുന്നു, നിനക്ക് സന്തോഷം ഉല്ലാസം ഉണ്ടാകും. ഭാഗ്യകരമായൊരു വാക്യമാണ് കേട്ടത്. ദൈവത്തിന് സ്തോത്രം. ഈ സന്തോഷം ഉല്ലാസവും ഉണ്ടാകും എന്നത് എന്തിലെല്ലാമാണ് സന്തോഷം ഉല്ലാസം ഉണ്ടാകുന്നത്? ഒന്ന്, ദൈവം നിനക്ക് തരുന്ന രക്ഷയിൽ സന്തോഷം ഉല്ലാസം ഉണ്ടാകും. രക്ഷ, നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ. നിനക്ക് ലഭിച്ച രക്ഷയിൽ സന്തോഷം ഉല്ലാസം ഉണ്ടാകും. രണ്ടാമത്തേത്, നിനക്ക് ഒരു സമർപ്പണം കിട്ടിയിരിക്കുന്നു. ആ സമർപ്പണം കന്യമാതാവ് സമർപ്പിച്ചു, കന്യമാതാവിന് സന്തോഷം ഉല്ലാസം ഉണ്ടായി. സമർപ്പണം, ജീവിതം കർത്താവിന് സമർപ്പിക്കുമ്പോൾ സന്തോഷം ഉല്ലാസം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം.
മൂന്നാമത് നാം കണ്ടത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിൻ്റെ വേല, കർത്താവിൻ്റെ വേലയിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, രക്ഷ, സാൽവേഷൻ, രക്ഷയിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നിത്യജീവൻ, രക്ഷ, നിത്യജീവൻ, സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. രണ്ട്, സമർപ്പണത്തിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഡെഡിക്കേഷൻ, സമർപ്പണത്തിൽ സന്തോഷവും ഉണ്ടാകും, ഉല്ലാസവും ഉണ്ടാകും. മൂന്ന്, ദൈവത്തിന് വേല ചെയ്യുന്നതിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ഇവാഞ്ചലൈസേഷൻ, മിഷൻ, ദൈവത്തിൻ്റെ വേലയിൽ മിഷൻ, ദൈവത്തിൻ്റെ വേലയിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിന് വേല ചെയ്യുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. നാലാമത് നാം കണ്ടത് നമ്മുടെ കഷ്ടതയിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. കഷ്ടതയുണ്ട്, ട്രിബുലേഷൻസ്, നമ്മുടെ യാതനകൾ, സഫറിങ്സ്, കഷ്ടപ്പാടുകൾ, സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. കഷ്ടതയിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നീതിയിൽ, ദൈവം തരുന്ന നീതിയിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. നീതീകരണം, പാപിയെ നീതിമാനെന്ന് മുദ്രകുത്തുന്നതായ ദൈവത്തിൻ്റെ നീതിയിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനിടയായപ്പോൾ നമ്മുടെ ന്യായവിധി മാറിപ്പോയി എന്നുള്ളതിൽ നമുക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ന്യായവിധി മാറിപ്പോയി എന്നുള്ളതിൽ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഈ 6 കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ 7ാമത്തെ കാര്യമാണെന്ന് പറയാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 4:13. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിടവരും. സെക്കൻഡ് അഡ്വെൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ സന്തോഷിച്ച് ഉല്ലസിക്കാനിടയാകും. ഇനി സംഭവിക്കാൻ പോകുന്ന ആ മഹത്തായ സംഭവം കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ പോലും പലരും വിശ്വസിക്കാത്തൊരു കാര്യമാണ് കർത്താവ് വീണ്ടും വരുമെന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ നമുക്ക് ഉല്ലസിച്ച് ആനന്ദിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. സന്തോഷവും ഉല്ലാസവും നിത്യതയുടെ തീരത്തുകൂടി നടക്കുമ്പോൾ, നിത്യശുഭതീരത്തുകൂടെ നടക്കുമ്പോൾ, കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ, 2ാമത് എഴുന്നള്ളി വരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ, കർത്താവിൻ്റെ പുനരാഗമനത്തിൽ നാം ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞ് ആകാശത്തേക്ക് ഉയരുമ്പോൾ, മധ്യാകാശത്ത് വെച്ച് കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ, അനേകം വിശ്വാസികളും വിശുദ്ധന്മാരുമായി വീരജേതാക്കൾ അവിടെ വന്ന് സമ്മേളിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നാമും ചെന്ന് ചേരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏക പ്രത്യാശ കർത്താവിൻ്റെ 2ാമത്തെ വരവാണ്. ഇപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അനുഭവവേദ്യമാകുന്നില്ലായിരിക്കാം, വേണ്ടത്ര മനസ്സിലാകുന്നില്ലായിരിക്കാം. സാരമില്ല. യേശുക്രിസ്തു വീണ്ടും വരും. അത് ഒരു പരമസത്യമാണ്. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. അവൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിട വരും. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ അവൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാനിട വരും. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ അതിൽ 2 ഘട്ടങ്ങളുണ്ട് എന്ന് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒന്നാമത്തെ ഘട്ടം മധ്യാകാശം വരെ ഉള്ള വരവാണ്, ഭൂമിയിലേക്ക് വരുന്നില്ല. 2ാമത്തെ ഘട്ടം ഭൂമിയിലേക്ക് അക്ഷരീയമായി ആളത്തുമായി ഇറങ്ങി വരുന്ന ഒരു ഘട്ടം. 1ാമത്തെ ഘട്ടം അന്ന് വിശ്വാസികളും വിശുദ്ധന്മാരും ഉൽപ്രാവണം പ്രാപിക്കും. റാപ്ചർ, ഉൽപ്രാവണം, പറന്നുയരും. വിശുദ്ധന്മാരും വിശ്വാസികളും അങ്ങനെയുള്ളവർ മാത്രം, കർത്താവിൻ്റെ തിരക്കത്താൽ കഴുകപ്പെട്ടവരും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവരുമായ വിശുദ്ധന്മാർ പറന്നുയരും. ദൈവത്തിന് സ്തോത്രം. സംഭവിക്കാൻ പോകുന്നതാണ്. ചിലപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു ഇടിവെട്ട് കേൾക്കുന്ന പോലെയോ വല്ല ഭൂമി കുലുക്കും പോലെയൊക്കെ തോന്നിയെന്ന് വരാം. വലിയ ഒച്ചപ്പാടുകൾ, ഇടിവെട്ട് കേൾക്കുന്നത് പോലെ വലിയ ശബ്ദങ്ങൾ കേട്ടെന്ന് വരാം. ആകെ ആ സമയം വരെയും ലോകകാര്യങ്ങൾ അന്വേഷിച്ച് ലോക ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യൻ ഇപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോകും. കാരണം കൂടെയുള്ള ചിലർ പറന്നു പോകുന്നു, ചിലരെ കാണുന്നില്ല. ബസ്സിൽ നിറയെ ആളുകളുണ്ടായിരുന്നു, ചിലരെ ഇപ്പോൾ ബസ് കാണുന്നില്ല. എങ്ങോട്ട് പോയി? ദൈവത്തിന് സ്തോത്രം.
പ്ലെയിനിൽ കുറേയേറെ ആളുകളുണ്ടായിരുന്നു. പക്ഷേ പ്ലെയിനിലുള്ളതിൽ 1-2 പേര് അവരെ മാത്രം കാണുന്നില്ല. എങ്ങോട്ട് പോയി? വീട്ടിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഒരാളെ കാണുന്നില്ല. ഡെഡ് ബോഡി കാണണ്ടേ? അതുമില്ല. ശവശരീരം കാണുന്നില്ല. ആളെ കാണുന്നില്ല. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നേരിട്ട് കാണാൻ പോകുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആദ്യഘട്ടത്തിൽ മധ്യാകാശം വരെ കർത്താവായ യേശുക്രിസ്തു എഴുന്നള്ളി വരും. അബ്രഹാം പിതാവിൻ്റെ മകനായ ഇസ്ഹാക്ക് മണവാട്ടിയെ തേടുവാൻ എലിയാസാർ പോയതിനു ശേഷം എലിയാസാർ വരുന്നുണ്ടോ, മണവാട്ടിയെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വെളിമ്പ്രദേശത്ത് വന്ന് നിന്നു. തൻ്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വെളിമ്പ്രദേശത്ത് വന്ന് നിന്നു. അതുപോലെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മണവാട്ടി സഭയെ സ്വീകരിപ്പാൻ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല. മധ്യാകാശം എങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്, നമ്മൾ മധ്യാകാശം വരെ നമ്മൾ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് മനസ്സിലാവുകയില്ല. ഇത്രയും മനസ്സിലാക്കിയേ കൊള്ളാം. ലളിതമാണ്. കുറേ മണലിലൂടെ വെച്ചിരിക്കുന്നത്, മണൽ. ആ മണലിൻ്റെ ഇടയ്ക്ക് ചില മുട്ടുസൂചികൾ അവിടെ കിടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് അവിടെ കിടക്കുന്നുണ്ട്. കാന്തം മുകളിൽ നിന്ന് പിടിച്ചു. കാന്തം പിടിച്ചപ്പോൾ പെട്ടെന്ന് ആകെ ഒരനക്കം. ആ മണലിൽ നിന്ന് മുട്ടുസൂചികൾ പറന്നി എന്ന് കാന്തത്തിൽ തിന്ന് പിടിക്കുന്നു. മറ്റ് ഇവിടെ വേണമെങ്കിൽ അതിനകത്ത് മണലിൻ്റെ കൂടെ വല്ല റബ്ബർ കഷ്ണങ്ങൾ കാണാം, വല്ല പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കാണാം, എല്ലാ പല പല സാധനങ്ങൾ. പക്ഷേ ഇതൊന്നും ഇങ്ങോട്ട് പിടിക്കുന്നില്ല. ആകർഷിച്ച് പിടിക്കുന്നത് ഇരുമ്പ്. ഈ കാന്തത്തിലേക്ക് ഇരുമ്പ് കടന്ന് പറന്നി എന്ന് പിടിക്കുന്നത് പോലെ കർത്താവായ യേശു മധ്യാകാശത്ത് വരുമ്പോൾ വിശുദ്ധന്മാർ, ആ ആകർഷണത്തിൽപ്പെട്ടവർ മാത്രം, കൃപയിൽ ശരണപ്പെട്ടവർ മാത്രം, ശരണത്താലേ നിൻ കൃപയിൽ, അങ്ങനെയുള്ളവർ മാത്രം പറന്നുയരും. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പനട വരും. അവർക്ക് ഉല്ലാസമായിരിക്കും, ആനന്ദമായിരിക്കും. ക്ലേശങ്ങൾ തീർന്നു, യാതനകൾ തീർന്നു, വേദനകൾ തീർന്നു. ഞാൻ വായിച്ചു മരണാനന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഒരു പുസ്തകം, ഡോക്ടർ മോറിസ് റൗലിങ്സ് എഴുതിയ ഒരു പുസ്തകം, ടു ഹെൽ ആൻഡ് ബാക്ക്, നരകത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചു, അങ്ങോട്ട് അങ്ങ് പോകുന്ന ആളുകൾ, അപ്പുറം ലോകത്തേക്ക് കടന്നു പോകുന്ന ആളുകൾ, അവർ അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും ആ മരണം കഴിഞ്ഞവരറിയുന്നില്ല. പെട്ടെന്ന് രോഗം മാറിയതില്ല അവർക്ക് തോന്നുന്നത്. രോഗഗ്രസ്തനായിട്ട് കിടക്കുകയായിരുന്നു, പെട്ടെന്ന് രോഗം മാറി. രോഗം മാറിയല്ലോ, കഠിനമായി വേദനിച്ചുകൊണ്ടിരുന്ന വേദന എവിടെ പോയി? എന്തൊരു ഭാഗ്യസുഖം. മരിച്ചു എന്നറിയാൻ പാടില്ല, ആ വ്യക്തി മരിച്ചു എന്നറിയാൻ പാടില്ല. പെട്ടെന്ന് അസുഖം അങ്ങ് മാറിയിരിക്കുന്നു, വേദന മാറിയിരിക്കുന്നു. ഭയങ്കരമായ ശ്വാസം മുട്ടലുള്ള ആൾക്ക് ഇപ്പോൾ ശ്വാസം മുട്ടലില്ല. ഭയങ്കരമായ വേദന, വയറുവേദനയുള്ള ആൾക്ക് വയറുവേദന ഇപ്പോഴില്ല. ഓ, നല്ല സുഖമാണല്ലോ, ഇതെന്ത് പെട്ടെന്ന് രോഗം മാറിയല്ലോ എന്ന് ഓർത്തു. അപ്പോഴും മനസ്സിലായത്, നോക്കിയപ്പോൾ തൻ്റെ സ്വന്തം ശരീരം അവിടെ കിടക്കുന്നു. ഓ, അപ്പം ഞാൻ മരിച്ചുവല്ലേ? ചിന്തിക്കുക, ഞാൻ മരിച്ചുവല്ലേ? മരിച്ചു എന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. ആദ്യം മരിച്ചപ്പോൾ മനസ്സിലായില്ല. സ്വന്തം ശരീരം ഡെഡ് ബോഡിയായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായപ്പോൾ ഞാൻ മരിച്ചു. അങ്ങ് പിന്നെ ഒരു അന്തവുമില്ലാത്ത അനന്തതയിലേക്ക് ഇങ്ങനെ പോവുകയാണ്, അനന്തതയിലേക്ക് ആത്മാവ്. എന്നാൽ ഭാഗ്യവശാൽ റിസസിറ്റേഷൻ കൊടുത്തപ്പോൾ, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്തപ്പോൾ, ഭാഗ്യവശാൽ കർത്താവിൻ്റെ കൃപയാൽ ഭൂമിയിലേക്ക് മടങ്ങി വന്നു. ഭൂമിയിലേക്ക് മടങ്ങി വന്നപ്പോഴേക്കും വീണ്ടും പഴയ രോഗം, വേദന, ഭയങ്കരമായ വേദന ശരീരത്തിൽ പ്രവേശിച്ചു. ശരീരത്തിൽ ഈ ആത്മാവ് കടന്നു വന്നു. വീണ്ടും ആത്മാവ് പ്രവേശിച്ചപ്പോൾ കഠിനമായ വേദന തുടങ്ങി, ശരീരത്തിൽ വേദന തുടങ്ങി, അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഇത് നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ നാം ഇവിടെയുള്ള വേദനകളെല്ലാം മാറി, എല്ലാ ദുരിതങ്ങളും മാറി, എല്ലാം നമുക്കൊരു ചിന്താവിഷയമല്ലാതാകും. ഇവിടെ ഭൂമിയിലിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ പഠിത്തം, അവരുടെ വിവാഹം, അവരുടെ ഭാവി ജീവിതം, അവരുടെ ജോലി, ഇതെല്ലാം നമുക്ക് ചിന്താവിഷയമാണ്, ആകുലപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അക്കരയ്ക്ക് മാറിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചിന്താവിഷയമല്ല. നാം വേറൊരു ലോകത്ത് എത്തിക്കഴിഞ്ഞു, വേറൊരു ലോകത്ത്.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വാങ്ങിപ്പോയവർ അവരിൽ വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേറ്റ് പറക്കും. ഈ കാന്തത്തിൻ്റെ ആകർഷണത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ ആകർഷണത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ക്രിസ്തുവിൻ്റെ ആകർഷണത്തിൽ വന്നവർ അവർ മാത്രം പറന്ന് മധ്യാകാശത്തിൽ എത്തിച്ചേരും. വാങ്ങിപ്പോയ വിശുദ്ധന്മാർ, സ്തോത്രം, വാങ്ങിപ്പോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരോ അവർ രൂപാന്തരപ്പെടും. നമ്മുടെ സഭയുടെ പിതാക്കന്മാർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. ഞാൻ പറയാറുണ്ടല്ലോ, നമുക്കൊന്ന് പാടാം അത്. മൃതരെ ജീവിപ്പാനെഴുന്നള്ളും രാജാ മുകിലകിന്മേലാഘോഷിതനായിരുന്നു നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടി തങ്ങിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മനോഹരമായ ആശയമാണ്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വരുന്ന രാജാവാണ് കർത്താവായ യേശുക്രിസ്തു. മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളുന്ന രാജാവായ യേശുക്രിസ്തു മുകിലഴകിന്മേൽ ശോഭയോടെ വരുന്നു, ആഘോഷിതനാകുന്നു. മുകിലഴകിന്മേൽ, മുകിൽ മേഘം, മേഘത്തിൻ്റെ പ്രകാശധോരണിയിൽ കർത്താവായ യേശുക്രിസ്തു ആഗതനാകുന്നു, ആഘോഷിക്കപ്പെടുന്നു, സ്തുതിക്കപ്പെടുന്നു, വർണ്ണിക്കപ്പെടുന്നു, ആഘോഷിക്കപ്പെടുന്നു. മുകിൽ അഴകിന്മേൽ ആഘോഷിതനായിടുന്നു. അപ്പോൾ വിശുദ്ധന്മാർ മാത്രം, നയവാന്മാർ മാത്രം, വിശുദ്ധന്മാർ മാത്രം, നയവാന്മാർ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുൻപുള്ള കാഹളനാദം കേട്ടിട്ട്, കാഹളനാദം കേൾക്കുന്നു. കാഹളനാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് സ്തുതിയുടെ മേലാട ധരിച്ചുകൊണ്ട്, വിശുദ്ധ തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, നീതിൻ വസ്ത്രം പുതച്ചുകൊണ്ട്, രക്തത്താലുള്ളതായ കൃപയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്, കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ട്, മണവാട്ടി മന്ത്രകോടി അണിയുന്നത് പോലെ, മണവാട്ടി വിരിപ്പാവ് അണിയുന്നത് പോലെ മന്ത്രകോടി ഉടുത്തുകൊണ്ട്, വിശുദ്ധിയുടെ തേജോവസ്ത്രം ധരിച്ചുകൊണ്ട് വിശുദ്ധന്മാർ പറന്നുയരും. സ്തോത്രം. നയവാന്മാർ തൻ മുൻ കൊമ്പിൻനാദം കേട്ടിട്ട്, കാഹളനാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പോയിടുന്നു. സ്തോത്രം. ഇതിൽ സന്തോഷിച്ചുല്ലസിക്കാൻ സാധിക്കും. എല്ലാ ക്ലേശങ്ങളും മാറുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് അനുഭവവേദ്യമായി തീരുന്നില്ല. കാരണം ഇന്ന് നമ്മുടെ വേരുകൾ ഈ ഭൂമിയിലേക്കാണ്. ഈ ഭൂമിയിലേക്ക് നമ്മുടെ വേരുകൾ, നമ്മുടെ ആളത്വം ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്, വേരോടി നിൽക്കുകയാണ്. നാം ഭൂമിയിലാണ് ജീവിക്കുന്നത്, ശരിയാണ്. തീർച്ചയായിട്ടും ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ നമുക്ക് ആത്മാവിൽ എല്ലാറ്റിൽ നിന്നൊരു വേർപാട് കിട്ടും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന് സ്തോത്രം. ഒരു പുതിയ ലോകം നിങ്ങൾക്ക് തുറന്നു കിട്ടും, പുതിയൊരു ലോകം. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായിക്കുക, സുജനത്തെയും നിൻ്റെ പിതൃഭവനത്തെയും മറക്കുക. അത് കേട്ടാൽ എളുപ്പമുള്ള കാര്യമല്ല, മനസ്സിലാവില്ല. പിതൃഭവനത്തെ മറക്കുകയോ, എൻ്റെ സ്വന്തക്കാരെ മറക്കുകയോ, എൻ്റെ അമ്മയെ, എൻ്റെ അപ്പനെ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ മറക്കുകയോ, അത് എന്തായി പറയുന്നത്? മനസ്സിലാവില്ല. പ്രിയപ്പെട്ടവരെ, മറക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കണ്ട എന്നല്ല, സ്നേഹം കൂടുകയുള്ളൂ. ഒരു വിശ്വാസിയാണെങ്കിൽ മക്കളോടുള്ള സ്നേഹം വർദ്ധിക്കും. ഒരു വിശ്വാസിയാണെങ്കിൽ ഭർത്താവിനുള്ളതായ സ്നേഹം വർദ്ധിക്കും. ഒരു വിശ്വാസിയാണെങ്കിൽ ഭാര്യയോടുള്ളതായ സ്നേഹം വർദ്ധിക്കും. ഒരു വിശ്വാസിയാണെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ളതായ വൈരുദ്ധ്യങ്ങളെല്ലാം മാറി പൂർണ്ണ സ്നേഹമാകും. ഒരു വിശ്വാസിയാണെങ്കിൽ മാതാപിതാക്കളെ ആദരിക്കും. എൻ്റെ അത്രയും വിദ്യാഭ്യാസം എൻ്റെ അപ്പനില്ല, അപ്പന് വലിയ കാര്യപ്പിടിപ്പൊന്നുമില്ല എന്ന് വിചാരിക്കുകയല്ല. അപ്പൻ അപ്പനാണ്, അമ്മ അമ്മയാണ്. അപ്പൻ്റെയും അമ്മയും ബഹുമാനിക്കും, ആദരിക്കും, അനുസരിക്കും. അങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ഒരു പറഞ്ഞു മറിഞ്ഞ അനുഭവം കിട്ടും. സ്തോത്രം. ലോകത്ത് ജീവിക്കുന്നു, പക്ഷേ അതിൽ നിന്നെല്ലാം വേര് പറഞ്ഞു മാറും. വേരുകളെല്ലാം പറയും. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. ആ ഒരു ആത്മലോകത്തേക്ക് നിങ്ങളുടെ ഹൃദയം ചെന്നാൽ, ആത്മലോകത്തിൻ്റെ പരിശുദ്ധമായ അനുഭവം നിങ്ങൾ ലഭിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ വിഷാദങ്ങളും മാറും, ഏകാന്തത മാറും, എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത മാറും, ഭർത്താവ് നേരത്തെ മരിച്ചു പോയല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്ത മാറും, ഭാര്യ വിട്ടുപോയല്ലോ, അയ്യോ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്ത മാറും,
ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവ്, ഈ ഭൂമിയിൽ അനേകം പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അതെല്ലാം എന്നെ വലയ്ക്കുന്നല്ലോ എന്നുള്ള ചിന്ത മാറിയിട്ട്, കർത്താവെ എല്ലാം കാണുന്ന എൻ്റെ കർത്താവ് എല്ലാം അറിയുന്നു, അവൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് കിട്ടും. എൻ്റെ യേശു എന്നെ കാണുന്നു, എന്നെ സ്നേഹിക്കുന്നുള്ളതായ ഒരു ധൈര്യം കിട്ടും. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഞാൻ എളിമയോടെ നിങ്ങളോട് യാചിക്കുകയാണ്. നിങ്ങൾ യേശുവിനെ കാണാതെ പോകരുത്. യേശുവിൻ്റെ സ്നേഹം അറിയാതെ പോകരുത്. യേശുവിനെ നിങ്ങൾ കാണാതെ പോകരുത്. യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ തലോടലേൽക്കാതെ നിങ്ങൾ പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സഹോദരങ്ങളെ, ഈ ഭൂമി താൽക്കാലികമായ ജീവിതം, ഈ ഭൂമിയിലെ താൽക്കാലികമായ വാസം എപ്പോഴാണ് കടന്നു പോകുന്നത് ആരറിഞ്ഞു? എപ്പോഴാണ് കടന്നു പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ഇന്ന് വരെ ആയുസ് കിട്ടി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ വേഗം വേഗം പോവുകയാണ്. നാം ഓരോ സ്റ്റെപ്പ് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചുവട്ടടി മരണത്തോട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ നിങ്ങളാരും ഉപേക്ഷിക്കപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ നിങ്ങളാരും തള്ളപ്പെട്ടു പോകരുത്. നിങ്ങളാരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നില്ല എന്ന് വരരുത്. ദൈവത്തിന് സ്തോത്രം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അങ്ങനെ നാം ക്രിസ്തുവിനോടുകൂടിയാകും. ദൈവത്തിന് സ്തോത്രം. ആ മഹാഭാഗ്യത്തിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? ആ ഉൽപ്രാവണത്തിന്, ആ റാപ്ചറസ് ജോയ് അനുഭവിക്കുന്നതിന്, ആ ഉൽപ്രാവണത്തിന്, പറന്നുയരുന്ന മഹാശ്രേഷ്ഠമായ അനുഭവത്തിന് നിങ്ങൾ കൊതിയുണ്ടോ? ആഗ്രഹമുണ്ടോ? കർത്താവേ, ഇവിടെയുള്ള ഭൂമിയിലേക്കുള്ള എൻ്റെ വേരുകളെല്ലാം പറിച്ചു മാറ്റണമേ. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിക്ഷേപം പകരണമേ. കർത്താവേ, സ്വർഗീയ നിക്ഷേപം എൻ്റെ മേൽ പകരണമേ. എൻ്റെ കർത്താവേ, ഈ ലോകം മായയാണെന്ന് എണ്ണാനുള്ളതായ ഒരു കൃപ എനിക്ക് തരണമേ, ഒരു സുബോധം എനിക്ക് തരണമേ. ഏത് നിമിഷത്തിലും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാം കർത്താവേ. ഏത് നിമിഷത്തിൽ അവിടുത്തെ രണ്ടാമത്തെ വരവാകാം. അതുകൊണ്ട് എല്ലാറ്റിൽ നിന്നും പറഞ്ഞു മാറി നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ആകർഷണ വലയത്തിൽ ഉൾപ്പെട്ട് നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ഇപ്പോൾ നമ്മുടെ തലകളെ നമുക്ക് ഉണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ ഈ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരുടെ മേലും തിരുവചനം പൊഴിഞ്ഞതിനായി സ്തോത്രം. സ്വർഗീയമായി എല്ലാവരുടെ മേൽ പെയ്തതിനായി സ്തോത്രം. അപ്പോൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറഞ്ഞു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാ നന്മയുള്ള കാലം ഞങ്ങളെ അലങ്കരിക്കണമേ. യേശുനാഥൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.